നിങ്ങളുടെ വലിയ വലിയ സ്വപ്നങ്ങളെ സാക്ഷാത്കരിക്കണ്ടേ? സ്റ്റോക്ക് മാർക്കറ്റ് എന്ന പവർഫുൾ ടൂൾ ഉപയോഗിച്ചിട്ട് നമുക്കത് സാധിക്കും. നിങ്ങളെ സ്റ്റോക്ക് മാർക്കറ്റിൻ്റെ ബേസിക് ലെവൽ മുതൽ എക്സ്പേർട്ട് ലെവൽ വരെ പഠിക്കാനും അതിൻ്റെ അനന്തമായ സാധ്യതകളെ ഉപയോഗപ്പെടുത്താനും സഹായിക്കുന്ന വീഡിയോ സീരീസിലേക്ക് സ്വാഗതം. സ്റ്റോക്ക് മാർക്കറ്റിനെ കുറിച്ച് ബേസിക് ലെവൽ മുതൽ എക്സ്പേർട്ട് ലെവൽ വരെ വിശദമായി പഠിപ്പിക്കുന്ന മില്യൺ ഡോട്ട്സിൻ്റെ ഈ ഒരു വീഡിയോ സീരീസിലേക്ക് സ്വാഗതം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുൻപ് നിങ്ങൾ ഏതെങ്കിലും സെഗ്മെൻറ്റിൽ ട്രേഡ് ചെയ്യുന്ന ഒരാളാണോ? ആണെങ്കിൽ നിങ്ങൾക്ക് വേണ്ട എല്ലാവിധ ന്യൂസും മാർക്കറ്റ് അപ്ഡേറ്റ്സും നമ്മൾ ഈ ഒരു ചാനലിലൂടെ നിങ്ങൾക്ക് വേണ്ടി നൽകുന്നുണ്ട്. ഉദാഹരണത്തിന് നിങ്ങൾ ഫോറക്സിലോ കമ്മോഡിറ്റിയിലോ ട്രേഡ് ചെയ്യുന്ന ഒരാളാണോ? മാർക്കറ്റിൽ എന്തൊക്കെ പ്രധാന കാര്യങ്ങളാണ് നടന്നത്, അല്ലെങ്കിൽ പിറ്റേ ദിവസം എന്തൊക്കെയാണ് നടക്കാൻ സാധ്യതയുള്ളത് എന്നുള്ള കാര്യങ്ങളെക്കുറിച്ച് വിശദമായി സംസാരിക്കുന്ന ഒരു സീരീസ് തിങ്കൾ മുതൽ വെള്ളി വരെയുള്ള ദിവസങ്ങളിൽ വൈകുന്നേരം നമ്മളെ ചാനലിലൂടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇനി അതല്ലെങ്കിൽ നിങ്ങൾ ഇന്ത്യൻ മാർക്കറ്റിൽ ട്രേഡ് ചെയ്യുന്ന ഒരാളാണോ? ആണെങ്കിൽ ഒരു ദിവസം മാർക്കറ്റിൽ എന്തൊക്കെ കാര്യങ്ങളാണ് സംഭവിക്കാൻ പോകുന്നത്, ഇനി മാർക്കറ്റ് കഴിഞ്ഞാൽ എന്തൊക്കെയാണ് പ്രധാനപ്പെട്ട കാര്യങ്ങൾ സംഭവിച്ചത് എന്നുള്ള കാര്യങ്ങളെക്കുറിച്ച് വിശദമായി സംസാരിക്കുന്ന പ്രീ മാർക്കറ്റ് ആൻഡ് പോസ്റ്റ് മാർക്കറ്റ് ഷോ നമ്മൾ ഈ ഒരു ചാനലിലൂടെ നിങ്ങൾക്ക് വേണ്ടി അവതരിപ്പിക്കുന്നു. അതുമല്ലെങ്കിൽ നിങ്ങളൊരു സ്റ്റോക്കിൽ ലോങ് ടേമിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടോ എങ്കിൽ നിങ്ങൾക്കായിട്ട് ഒരു സ്റ്റോക്കിൻ്റെ എല്ലാവിധ ഫണ്ടമെൻ്റൽ അനാലിസിസ് നടത്തുന്ന ഷോ നമുക്ക് ഈ ഒരു ചാനലിലൂടെ നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ക്രിപ്റ്റോയെ കുറിച്ചുള്ള വിശദമായിട്ടുള്ള ക്ലാസ്സുകൾ, അതും ബേസിക് ലെവൽ മുതൽ എക്സ്പേർട്ട് ലെവൽ വരെ തന്നെയുള്ള അടുത്തൊരു സീരീസ്. അങ്ങനെ ചുരുക്കി പറഞ്ഞാൽ ഒരു ട്രേഡറുടെ അല്ലെങ്കിൽ ഒരു ഇൻവെസ്റ്ററുടെ ഒരു സൂപ്പർ മാർക്കറ്റ് തന്നെയാണ് ഈ ഒരു ചാനൽ എന്ന് പറയാം. ഒന്നുകൂടെ വിശദമാക്കി പറയുകയാണെങ്കിൽ ഇന്ത്യയിൽ തന്നെ ഇങ്ങനെ എല്ലാ സെഗ്മെൻറ്റിലും നിങ്ങൾക്ക് വേണ്ട എല്ലാ വിവരങ്ങളും കിട്ടുന്ന ഒരു ചാനൽ ഇല്ല എന്ന് തന്നെ ഞാൻ പറയും. അപ്പോൾ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ സംസാരിച്ചിട്ടുണ്ടായിരുന്നു, ഒരു കമ്പനിയുടെ സ്റ്റോക്ക് വിൽക്കാനും വാങ്ങാനും സ്റ്റോക്ക് എക്സ്ചേഞ്ചിലൂടെ പറ്റും. സ്വാഭാവികമായിട്ടും ആദ്യമായിട്ട് കേൾക്കുന്ന ഒരാൾക്കൊരു സംശയം തോന്നും, ഈ സ്റ്റോക്ക് എങ്ങനെയാണ് സ്റ്റോക്ക് മാർക്കറ്റിൽ എത്തുക എന്നുള്ളത്. അപ്പോൾ അതിനെക്കുറിച്ചാണ് നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത്, IPO എന്ന് പറയുന്ന ഒരു പ്രോസസ്സിനെ കുറിച്ച്. ഓക്കെ, നമ്മളിൽ പലരും കേട്ടിട്ടുണ്ടാവും IPO. എന്താണ് IPO? അപ്പോൾ നമുക്കിതൊരു ഉദാഹരണത്തിലൂടെ മനസ്സിലാക്കാം. ഉദാഹരണമായിട്ട് ഞാൻ ഒരു കമ്പനി നടത്തുന്ന ഒരാളാണെന്ന് വിചാരിക്കുക. അപ്പം ഞാനും എൻ്റെ കുടുംബവുമാണ് ആ കമ്പനിയുടെ ഉടമസ്ഥർ. ഞങ്ങളുടെ ഉടമസ്ഥതയിലുള്ളൊരു കമ്പനിയാണ്. അപ്പോൾ ഈ കമ്പനി നന്നായിട്ട് ബിസിനസ് ചെയ്തു, ഒരുപാട് വളർന്നു. പക്ഷേ ഒരു പരിധി എത്തിയപ്പോൾ പിന്നീടുള്ള വളർച്ചയ്ക്ക് ഒരുപാട് ഫണ്ട് ആവശ്യമായിട്ട് വന്നു. അപ്പോൾ ഇങ്ങനെയുള്ളൊരു സമയത്ത് എനിക്ക് എൻ്റെ മുന്നിൽ ഒരുപാട് വഴികളുണ്ട്. അതായത് എനിക്ക് ബാങ്കിനെ സമീപിക്കാം, അതല്ലെങ്കിൽ മറ്റാരുടെയും കയ്യിൽ നിന്ന് ഫണ്ട് റേസ് ചെയ്യാൻ പറ്റും. പക്ഷേ ഇങ്ങനെയൊക്കെ ചെയ്യുന്നതിന് ഒരുപാട് റിസ്ക് എലമെൻറ്റ്സ് ഉണ്ട്. അതായത് ബാങ്കിൽ നിന്ന് ഞാൻ കടമായിട്ട് എടുക്കുകയാണെങ്കിൽ എനിക്ക് ബാങ്കിന് പലിശ കൊടുക്കേണ്ടി വരും. അങ്ങനെയുള്ള പല കാര്യങ്ങൾ. ഇപ്പോൾ ആരുടെയും കയ്യിൽ നിന്ന് വാങ്ങുകയാണെങ്കിൽ അതിൽ റിസ്ക് ഉണ്ട്. എൻ്റെ മുന്നിൽ മറ്റൊരു ഓപ്ഷൻ ഉള്ളത് എൻ്റെ പ്രൈവറ്റ് കമ്പനിയെ പബ്ലിക് ആക്കുക എന്നുള്ളതാണ്. അത് IPO, ഇനിഷ്യൽ പബ്ലിക് ഓഫറിങ്ങിലൂടെയാണ് സാധ്യമാകുന്നത്. അതായത് എൻ്റെ കമ്പനിയുടെ ഒരു നിശ്ചിത ശതമാനം, ഉദാഹരണത്തിന് ഒരു 20%, എൻ്റെ ഉടമസ്ഥതയിലുള്ള കമ്പനിയുടെ ഒരു 20% ഷെയർ ഞാൻ പബ്ലിക്കിന് വിൽക്കുകയാണ്. അപ്പം നമ്മൾ ഉദാഹരണമായിട്ട് പറഞ്ഞ 20% ഷെയർ പുറത്ത് പബ്ലിക്കിന് വിൽക്കുകയാണെന്ന് പറഞ്ഞു അല്ലേ. അപ്പം നമ്മൾ ചെയ്യുന്നത് ഈ ഒരു 20% ചെറിയ ചെറിയ യൂണിറ്റ്സ് ആക്കിയിട്ടാണ് പബ്ലിക്കിന് വിൽക്കുന്നത്. ഈ ചെറിയ ചെറിയ യൂണിറ്റ്സിനെയാണ് നമ്മൾ സ്റ്റോക്സ് എന്ന് വിളിക്കുക. അപ്പോൾ ആദ്യമായിട്ട് ഞാൻ എൻ്റെ കമ്പനിയുടെ ഈ ഒരു സ്റ്റോക്സ് പബ്ലിക്കിന് വിൽക്കുമ്പോൾ പബ്ലിക്കിന് ആർക്കാണോ എൻ്റെ ബിസിനസ്സിൽ വിശ്വാസമുള്ളത് അവർക്ക് എൻ്റെ കയ്യിൽ നിന്ന് നേരിട്ട് ഈ ഒരു ഷെയർ വാങ്ങാൻ പറ്റുന്നതാണ്. ഇതിനെയാണ് നമ്മൾ IPO എന്ന് പറയുന്നത്, ഇനിഷ്യൽ പബ്ലിക് ഓഫറിങ്. ഇങ്ങനെ ഒരു IPO നടത്തുന്നതിലൂടെ പബ്ലിക്ക് എൻ്റെ കയ്യിൽ നിന്നും എൻ്റെ കമ്പനിയുടെ ഷെയർ നേരിട്ട് വാങ്ങുന്നു. ഇതിനെയാണ് നമ്മൾ പ്രൈമറി മാർക്കറ്റ് എന്ന് പറയുന്നത്. നേരിട്ട് ഉടമസ്ഥൻ്റെ കയ്യിൽ നിന്ന് പബ്ലിക്കിലേക്ക് ഷെയറുകൾ പോകുന്നത്. പിന്നീട് IPOയ്ക്ക് ശേഷം എൻ്റെ കമ്പനി സ്റ്റോക്ക് മാർക്കറ്റിൽ ലിസ്റ്റായി കഴിഞ്ഞാൽ പിന്നെ ഷെയർ ഹോൾഡേഴ്സ് തമ്മിലായിരിക്കും വിൽപ്പനയും വാങ്ങലും ഒക്കെ നടക്കുക. അതായത് ഷെയർ കയ്യിലുള്ള ഒരാൾ ആവശ്യമുള്ള ഒരാൾക്ക് വിൽക്കാം, വാങ്ങാം. അങ്ങനെ എൻ്റെ കമ്പനി ബിസിനസ്സൊക്കെ ചെയ്ത് നല്ല രീതിയിൽ മുന്നോട്ട് പോവുകയാണെങ്കിൽ അവിടെയാണ് എൻ്റെ കമ്പനിയുടെ സ്റ്റോക്കിൻ്റെ മൂല്യം വർദ്ധിക്കുന്നതും ഇനി എൻ്റെ ബിസിനസ്
താഴേക്കാണ് പോകുന്നതെന്നുണ്ടെങ്കിൽ എൻ്റെ കമ്പനിയുടെ സ്റ്റോക്കിൻ്റെ വില താഴേക്കും പോകും. അപ്പോൾ കയ്യിൽ സ്റ്റോക്കുള്ള ഒരാളാണ് ആവശ്യമുള്ള ഒരാൾക്ക് വിൽക്കുക. ഓക്കെ, ഈ ഒരു വിൽപ്പന സ്റ്റോക്ക് മാർക്കറ്റിലൂടെയാണ് സാധ്യമാകുന്നത്. അപ്പോൾ സ്റ്റോക്ക് മാർക്കറ്റിനെയാണ് നമ്മൾ സെക്കൻഡറി മാർക്കറ്റ് എന്ന് വിളിക്കുന്നത്. അങ്ങനെ IPO വഴി ഫണ്ടൊക്കെ സമാഹരിച്ച് എൻ്റെ കമ്പനി നല്ല രീതിയിൽ വളർന്നു. വീണ്ടും ഒരു പരിധി എത്തിയപ്പോൾ വീണ്ടും പിന്നീടുള്ള വളർച്ചയ്ക്ക് ഫണ്ട് ആവശ്യമായിട്ട് വന്നു. ഒരു തവണ IPO കഴിഞ്ഞതല്ലേ, ഇനി എൻ്റെ ഷെയർ എനിക്ക് പബ്ലിക്കിന് വിൽക്കാൻ പറ്റുമോ? എനിക്ക് ഫണ്ട് റേസ് ചെയ്യണം. എന്നാൽ പറ്റും. അതിനാണ് നമ്മൾ FPO എന്ന് പറയുക, ഫോളോ ഓൺ പബ്ലിക് ഓഫറിങ്. ഓക്കെ, അതായത് വീണ്ടും ഒരു നിശ്ചിത ഷെയർ നമുക്ക് പബ്ലിക്കിന് നേരത്തെ നമ്മൾ IPO ചെയ്തതുപോലെ തന്നെ പബ്ലിക്കിന് ഓഫർ ചെയ്യാൻ പറ്റും, പബ്ലിക്കിന് വിൽക്കാൻ പറ്റും. വീണ്ടും ആ കിട്ടുന്ന ഫണ്ടിലൂടെ നമ്മുടെ ആവശ്യങ്ങൾ മുന്നോട്ടുള്ളത് നടക്കുകയും ചെയ്യും. അപ്പോൾ നമ്മൾ പറഞ്ഞു IPO കഴിഞ്ഞ ഒരു കമ്പനിയുടെ ഷെയറുകൾ വാങ്ങുകയും വിൽക്കുകയും ചെയ്യുന്നത് സ്റ്റോക്ക് മാർക്കറ്റിലൂടെയാണ്. അപ്പോൾ ഇന്ത്യയിൽ ഏതൊക്കെയാണ് പ്രധാനപ്പെട്ട സ്റ്റോക്ക് മാർക്കറ്റ് എന്ന് നിങ്ങൾക്ക് അറിയുമോ? 2 സ്റ്റോക്ക് മാർക്കറ്റാണ് ഇന്ത്യയിൽ പ്രധാനമായിട്ടുള്ളത്. ഒന്ന് നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ച് NSE, രണ്ടാമത്തത് ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ച് BSE. ഇതിനെക്കുറിച്ചുള്ള വിശദമായിട്ടുള്ള വീഡിയോ വരും ദിവസങ്ങളിലുണ്ടാവും. അപ്പോൾ ഈ ഒരു സീരീസിലെ ഒറ്റ വീഡിയോ പോലും മുടങ്ങാതെ കാണുക. നന്നായിട്ട് തന്നെ കാര്യങ്ങളെ പഠിച്ചിട്ട് സ്റ്റോക്ക് മാർക്കറ്റിലേക്ക് ഇറങ്ങുക. നിങ്ങളുടെ എല്ലാവിധ സ്വപ്നങ്ങളും സാക്ഷാത്കരിക്കണ്ടേ? ഈ ഒരു സീരീസിൽ ഏതെങ്കിലും കാര്യത്തിൽ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ താഴെയുള്ള കമൻറ്റ് ബോക്സിലൂടെ നിങ്ങൾക്ക് ചോദിക്കാം. അതേപോലെ തന്നെ ഓരോ വീഡിയോസും ലൈക്ക് ചെയ്യുക, ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ ലൈക്കായിരിക്കും ഞങ്ങൾക്ക് അടുത്ത വീഡിയോ ചെയ്യാനുള്ള ഒരു പ്രചോദനമാവുക. നിങ്ങളുടെ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കാൻ ഞങ്ങളുണ്ട് കൂടെ.